ഹായ് ഓൾ, രാവിലെ എണീറ്റപ്പോൾ തന്നെ ഫ്രീസറിലിരുന്ന ചെമ്മീൻ അല്പം വെള്ളം ഒഴിച്ച് മെൽറ്റാവാൻ മാറ്റി വെച്ചതുകൊണ്ട് അരിയൊക്കെ ഒന്ന് തിളച്ചടച്ചിട്ട് വന്നപ്പോഴേക്ക് ചെമ്മീൻ കിള്ളാൻ പാകത്തിന് ഡീഫ്രോസ് ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ചെമ്മീൻ കുറച്ച് കാര്യമായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാന്ന് കരുതി. അതിനായിട്ട് മസാലയിൽ ചെറിയുള്ളിയും കാന്താരിയും കറിവേപ്പിലയും കാശ്മീരി മുളക് പൊടിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ടുണ്ട്. അരപ്പ് പിടിക്കാനായിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴാണ് വെളിച്ചെണ്ണ കുപ്പിയിൽ എണ്ണ തീർന്നെന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മുടെ റീഫിൽ ബോട്ടിൽ നിന്ന് കുറച്ച് എണ്ണ ഒഴിച്ച് അതങ്ങ് മാറ്റി വെച്ചു. ഈ ഒരു ഓയിൽ ബോട്ടിൽ ഞാൻ എപ്പോൾ ടാഗ് ചെയ്താലും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ലിങ്ക് കാണുന്നില്ല എന്ന് പറയും. ഞാൻ നോക്കുമ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയി പോയിരിക്കും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മേടിച്ചോളൂ കേട്ടോ. ഇത്രയും പരിപാടി കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അതേ ഒരു ഫാമിലി മൊത്തവും ക്ലീനിങ് സർവീസ് ആണെന്നും പറഞ്ഞ് വന്ന് ഈ ഒരു റൂം ക്ലീൻ ചെയ്തു. കാര്യം വേറൊന്നുമല്ല, കണ്ണമ്മൂൻ ഇന്നൊരു ഓൺലൈൻ വൈവ എക്സാം ഉണ്ട്. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ മുറിയൊക്കെ വിശദമായിട്ട് കാണിച്ചു കൊടുക്കണം. പിന്നെ അധികം തട്ടും റാക്കും ഒന്നും ഉള്ള ടേബിളൊന്നും പറ്റത്തില്ല. നമ്മുടെ ഇവിടെ എല്ലാം അങ്ങനത്തെ ടേബിൾ ആയിരുന്നല്ലോ. അതുകൊണ്ട് ഒരു പ്ലെയിൻ ടേബിൾ എവിടുന്നോ ഒപ്പിച്ച് അതിൽ വിരിയൊക്കെ വിരിച്ച് എക്സാം ഹോൾ അങ്ങ് സെറ്റ് ചെയ്തെടുത്തു. അവൻ ലോഗിൻ ആയാൽ ഉടനെ തന്നെ നമ്മൾ എല്ലാവരും ഓടി പുറത്തിറങ്ങണം. പിന്നെ റൂം അടച്ചിരുന്നിട്ടാണ് അവൻ എക്സാം അറ്റൻഡ് ചെയ്തത്. ഞാനും ലൂയിസും കൊച്ചുപ്പയും പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ അവന്റെ ചിരി കണ്ടപ്പോൾ മനസ്സിലായി പാസ്സായെന്ന്. ഇനിയും 2 എക്സാമും കൂടെ ഇങ്ങനെ തന്നെ നടക്കാനുണ്ട്. അവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയിട്ട് വറുക്കാനായിട്ട് ഇട്ടു. ഇന്ന് മറ്റു പണികളൊന്നും ഇല്ലാന്ന് പറഞ്ഞത് ഇന്നലത്തെ ഈ കറികളൊക്കെ ബാക്കിയുള്ളത് കൊണ്ടാണ്. ഒരു ചേച്ചിയുടെ കമന്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ വീട്ടിൽ ചുമ്മാതിരിക്കുമല്ലേ, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കഴിച്ചുകൂടെയെന്ന്. എന്റെ അമ്മ തലേന്നത്തെ കറികളൊന്നും എടുത്ത് ഒഴിച്ച് കളഞ്ഞിട്ട് പിറ്റേന്ന് കറി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ചെയ്യത്തതുമില്ല. ഇന്ന് എടുക്കാനായിട്ട് ഫ്രിഡ്ജിൽ കറികളൊന്നും ഇല്ല എങ്കിൽ പുതുതായിട്ട് ഞാൻ കറി ഉണ്ടാക്കും. ഇന്നൽപ്പം കൂടുതൽ ഉണ്ടാക്കി പോയാൽ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നാളെ യൂസ് ചെയ്യുകയും ചെയ്യും. ഈ വീട്ടിലേക്ക് വന്നപ്പോഴും മമ്മിയും അങ്ങനെ തന്നെ, ചേച്ചിയും അങ്ങനെ തന്നെ. ഫുഡ് പാഴാക്കിയിട്ടുള്ള ഒരു പരിപാടിക്കും നമ്മളില്ല. എന്ന് വെച്ചിട്ട് ചീത്തയാവുന്നത് കഴിക്കാൻ പാടില്ല എന്നുള്ള സാമാന്യ ബോധം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. മെഴുക്ക് പുരട്ടിയും മോരും മീൻകറിയൊക്കെ ചൂടാക്കി ചെമ്മീനും ദേ വറുത്ത് കോരി എടുത്തു. കൃത്യം 1 മണിയാകുമ്പോൾ മതിലിന്റെ അപ്പുറത്ത് നിന്ന് സേറമോൾക്കൊരു വിളി വരും ചോറ് കഴിക്കാനായിട്ട്. ഇവിടെ ഉള്ളതൊക്കെ ചോറ് കഴിച്ചിട്ട് എല്ലിന്റെ ഇടയിൽ കയറി അടുത്ത പരിപാടികൾ തുടങ്ങി. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.